ഗൈസ്, സോ ഇതാണ് സിക്ക് മീല്. അതായത് നമുക്ക് രാവിലെ ഉച്ചയ്ക്കും അതുപോലെ തന്നെ വൈകുന്നേരം സ്നാക്സ്, അതിൻ്റെ ഇടയ്ക്കൊരു സൂപ്പ്, അങ്ങനെ പല ഫുഡ് ഐറ്റംസും. വിശന്ന് പട്ടിണി കിടന്ന് ചാവില്ല എന്തായാലും ഇവിടെ കിടപ്പിലായാൽ. സോ അങ്ങനത്തെ ഇല്ല. അയ്യോ വയ്യാതാവ, ഒരു മിനിറ്റ് എൻ്റെ ഫ്രണ്ടിനോട് പറയിപ്പിക്കാൻ ഞാൻ. ഓക്കെ, നീ പറഞ്ഞോളൂ. അതായത് എന്തിനാണ് നമുക്ക് സിക്ക് മീൽ കിട്ടുന്നതെന്ന്. നമുക്ക് വയ്യാതായി കഴിയുമ്പോൾ വാർഡൻ ഒരു മെയിൽ അയച്ചാൽ വാർഡൻ നമുക്ക് റൂമിലേക്ക് സിക്ക് മീൽ ഡെലിവറി ചെയ്യും. അത് എത്ര നേരം? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ വൈകുന്നേരം ഒരു 11 മണിക്ക് കിച്ചടി, സൂപ്പ്, പിന്നെ അതിന് കിച്ചടിക്ക് കുറച്ച് കറി, കേർഡ്, സാലഡ്, പിന്നെ ശേഷം ഒരു ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴേക്കും ലഞ്ച്, 4 മണി 5 മണിക്കാകുമ്പോഴേക്കും സ്നാക്സ്, പിന്നെ രാത്രി ഡിന്നർ. ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ കിട്ടിയേക്കുന്നത്. അതായത് ഇത് ചട്നി, ഇതെന്താ പരിപ്പ് കറി, ഇതെന്താന്ന് എനിക്ക് അറിയില്ല. അയ്യോ ഇത് ഇഡ്ഡലിയാണ്, സോറി. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇത് എക്സ്ട്രാ ഇഡ്ഡലി, ഇതെന്തോ പരിപ്പ് കറി, ഇത് ചട്നി, ഇത് സാമ്പാർ, പിന്നെ ഇഡ്ഡലി. ഇത് അവരുടെ എന്തോ ഫുഡാണ്, എനിക്കിതിൻ്റെ പേരറിയില്ല. ഇങ്ങനത്തെ ഒരു ബോക്സിലാണ് നമുക്ക് കിട്ടുന്നത്. റൂമിൽ അവർ കൊണ്ടുവന്ന് നമുക്ക് തരും. ഓക്കെ, കാരണം അവർ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ മെയിൽ അയക്കുമ്പോൾ നമ്മളെ റൂം നമ്പറും അയക്കണം. എത്ര ആഴ്ചക്ക് വേണമെങ്കിലും തരും. ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മൾ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കണം, ലൈക്ക് നമുക്ക് ശരിക്കും വയ്യ എന്നുള്ളത്. ഇപ്പോൾ 1-2 ദിവസം നിങ്ങൾക്ക് ശരിക്കും വയ്യാതെ പ്രിസ്ക്രിപ്ഷനൊന്നും വേണ്ട കേട്ടോ. ഒരാഴ്ച വരെ നിങ്ങൾക്ക് പ്രിസ്ക്രിപ്ഷനൊന്നും വേണ്ട, അതുകൊണ്ടെന്ന് പറയും. പിന്നെ അത് 11 മണിക്ക് കിട്ടുന്നതാണ് ഇത്. ഇതെന്തൊക്കെയാ? ഇത് കിച്ചടി, ഓക്കെ, കേർഡ്, പിന്നെ ഈ 2 കറികൾ എന്താ? ഇത് ദാല്, ഇത് ദാല്, സാലഡ്, സാലഡ്. പിന്നെ ഇതുപോലെ നമുക്ക് ചപ്പാത്തിയും കിട്ടും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെതായ കറികൾ. വെയിറ്റ്, ഇതാണ് ഉച്ചക്കത്തെ കേട്ടോ. ഈവനിങ് എന്തെങ്കിലും സ്നാക്കും, പിന്നെ ഉച്ചക്കത്തെ പോലെ തന്നെ രാത്രിയും കിട്ടും. കണ്ടല്ലോ, റൂം നമ്പറും ഫ്ലോറൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതെന്താണ്? ഇത് ഓരോന്ന് ചാപ്പ്, പിന്നെ ഇത് ഉരുളക്കിഴങ്ങ്, ഇതെന്തോ സ്വീറ്റ്, ഇത്രയും കാര്യങ്ങൾ. കോക്കനട്ട് ബർഫി. സോ ഇവർക്ക് ശരിക്കും വയ്യട്ടോ, അതുകൊണ്ടാണ് ഒന്ന് വയ്യാതെ കിട്ടില്ലേ. സോ ഇവളുടെ മീല് ഞാനിപ്പോൾ അടിച്ചു മാറ്റി കഴിക്കുകയാണ്. ആൻഡ് ചില സമയത്ത് അവർ 1-2 ആഴ്ച നമുക്ക് തന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞവരവർ തരും, അങ്ങനത്തെ. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഈ ഒരു വീഡിയോയിൽ ഒരു കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ ജസ്റ്റ് സിക്ക് ആയിക്കഴിഞ്ഞാൽ ജസ്റ്റ് മെയിൽ അയച്ചാൽ പോരാടാ, പ്രിസ്ക്രിപ്ഷനായിട്ട് മെയിൽ ചെയ്യുക. ഞാൻ ചില സമയത്ത് വയ്യാതാകുമ്പോൾ 2 ദിവസം ഞാൻ പ്രിസ്ക്രിപ്ഷൻ വെക്കാതെ തന്നെ മെയിൽ ചെയ്യുക, അപ്പോൾ അവർ കൊണ്ടുവന്ന് തരും. വാർഡന് മെയിൽ ചെയ്താൽ മതി. സോ നിങ്ങൾക്ക് ഇത് കിട്ടും, റൂമിലോട്ട് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വയ്യാതാവുകയാണെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് പറയുവാണ്, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടും, സിക്ക് ലീവിൻ്റെ. അത് നമുക്ക് ഓരോ അസൈൻഡ് ഉണ്ടാവും. അപ്പം ഞങ്ങൾക്ക് അസൈൻഡ് ആയിട്ടൊരു മാം ഉണ്ട്, ആ മാമിന് മെയിൽ ചെയ്ത് കൊടുത്താൽ മതി. ലാസ്റ്റ് ആകുമ്പോൾ അറ്റൻഡൻസ് ഷോർട്ടേജ് വരുവാണെങ്കിൽ അത് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ട് നമ്പർ ഓഫ് ഡേയ്സ് കൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്.